letting go, climbing my silence to show. Hello, good morning. സോ ഗൈസ്, ഇന്ന് ആര്യൻകുട്ടൻ്റെ ലൈഫിൽ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ഇന്ന് തുടങ്ങുകയാണ്. ഇന്ന് എന്താ പ്രത്യേകത പറ. ആര്യൻകുട്ടൻ എങ്ങോട്ടാ പോകുന്നേ? ആ പറയുന്നതിന് വലിയ ഉഷാറൊന്നുമില്ല, ബിക്കോസ് പതിവിലും നേരത്തെ ഇന്ന് എണീക്കേണ്ടി വന്നതിൻ്റെ ഒരു പിണക്കം മുഖത്തുണ്ട്. പക്ഷെ എന്തായാലും കാണുമല്ലോ, കാരണം അവരുടെ ഒരു റുട്ടീൻ എന്നുള്ളത് ഇനി കംപ്ലീറ്റ് ആയിട്ട് മാറാൻ പോവാണ്. നിങ്ങളുടെ എല്ലാവരുടെയും ബ്ലെസ്സിങ്സും ഒക്കെ ചക്കരയ്ക്ക് വേണം, കാരണം അവൻ ഇന്ന് സ്കൂളിൽ പോകാൻ തുടങ്ങുകയാണ്. അപ്പോൾ ആര്യൻകുട്ടൻ്റെ ഒരു കുഞ്ഞ് സ്കൂളിൽ പോക്ക് പൊളിക്കില്ലേ ആര്യൻകുട്ട? നമ്മള് വേഗം പല്ല് വെച്ചാൽ ആര്യൻകുട്ടൻ്റെ ടിഫിൻ എങ്ങനെയാ പാക്ക് ചെയ്യുന്ന കാണിച്ചു തരാം. ആര്യൻകുട്ട, ഫ്രണ്ട്സിന് കിട്ടും, കളിക്കാം. വാവ്, നമുക്ക് ആദ്യം ഒന്ന് ഫ്രഷ് ആവാം കേട്ടോ. ഇത് നോക്കി, ഇത് ഓരോരോ സാധനം ഞങ്ങൾ എണ്ണിപ്പിച്ച് സോഫയിൽ കൊണ്ടുപോയിട്ടിരുത്തി. എന്നിട്ട് ഒരു കുപ്പി പാലൊക്കെ കുടിച്ച് ഞാൻ വിചാരിച്ച ആൾ ഉഷാറായിന്ന്. ഇപ്പോൾ നോക്കുമ്പോൾ വന്നിട്ട് ആദ്യമേ ഇവിടെ വന്ന് കണ്ടെടുത്ത് ഇവനിങ്ങനെ ചായയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇതേ ഈ മടിയൻകുട്ടനെ ഒന്ന് കൊണ്ടുപോയിട്ട്, ഇതല്ലല്ലോ അല്ല, ആ മടിയൻകുട്ടനെ ഒന്ന് കൊണ്ടുപോയിട്ട് കുളിപ്പിക്കണം, പല്ല് തേപ്പിക്കണം. അല്ല, നമുക്ക് കിച്ചണിലേക്ക് പോവാം. ഇതാണ് ആര്യൻകുട്ടൻ്റെ ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യുന്ന ബാഗ്. വാവ്, അതിലാണോ ലഞ്ച് ബോക്സ്? അല്ലേ, നോക്ക്, കാണിച്ചു കൊടുക്ക്. അപ്പ കാണിച്ചു കൊടുക്കുന്നുണ്ട്, ആര്യൻകുട്ടൻ കാണിച്ചു തരുന്നില്ല. മഴ പെയ്യുന്നുണ്ടോ? മഴ പെയ്യുന്നുണ്ട്. ഒരു കൊക്കുണ്ടല്ലോ, കുഞ്ഞു മഴ പുറത്ത് പെയ്യുന്നുണ്ട്. പറന്ന് പോയി നേരത്തെ. എന്നിട്ടുണ്ടല്ലോ അത് അതിലൂടെ അത് ആര്യൻകുട്ടൻ നോക്കുമ്പോഴത്തേക്ക് പറന്നു പോയി. കാക്കയുണ്ടോ പുറത്ത്? കാക്ക ഉണ്ടായിരുന്നു. കാക്കൊക്കെ എണീറ്റ് സ്കൂളിൽ പോയി. എന്താ കാക്ക വിളിക്കുന്നുണ്ടോ? വേഗം പോവാൻ. ഞങ്ങൾ കുളിച്ചിട്ടേ. ആര്യൻകുട്ടൻ്റെ ചോറ് റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ ഇന്ന് എന്താ കൊടുക്കാന്ന് അറിയില്ല. ഇവൻ വെജീസൊക്കെ ഒറ്റയ്ക്ക് കഴിക്കുമെന്ന് അറിയില്ല. അതുകൊണ്ട് കുറച്ച് ക്യാരറ്റൊക്കെ സ്റ്റീം ചെയ്ത് സ്വീറ്റ് കോൺ ഒന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചു കൂടെ. പിന്നെ ഇത് ലഞ്ച് ബോക്സൊക്കെ ഞാൻ ഒന്ന് ചൂടൊക്കെ കയറ്റി വെച്ചതാണ്. ഇനി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ഞാൻ വിചാരിക്കുന്നത് ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് പാൻ കേക്ക് ഉണ്ടാക്കണം എന്നാണ്. അപ്പം അതിലാകുമ്പം എനിക്ക് എന്തെങ്കിലും എഗ്ഗ് ആഡ് ചെയ്യാം, ഒരു ഫ്രൂട്ട്, അതായത് ഒരു ബനാന ആഡ് ചെയ്യാം, കുറച്ച് ബദാം ആഡ് ചെയ്യാം. അപ്പം കുറച്ച് ഹെൽത്തി ആയിട്ട് എന്തെങ്കിലും ഉള്ളിൽ പോകുമല്ലോ. അവർക്ക് ആക്ച്വലി ബ്രേക്ക്ഫാസ്റ്റ് ടൈം ഉണ്ട് സ്കൂളിൽ. 8:30 to 9 ഇത് ബ്രേക്ക്ഫാസ്റ്റ് ടൈം ആണ്. അതായത് പക്ഷേ നമുക്ക് ഇവിടുന്ന് പോകുന്നതിന് മുന്നേ ഒന്ന് വയറ് ഫില്ല് ചെയ്ത് വിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനക്കേടാണ്. അതുകൊണ്ട് മാത്രം ഞാൻ ഇവിടുന്ന് ഒരു 2 പാൻ കേക്ക് ഉണ്ടാക്കിയിട്ട് കഴിപ്പിക്കാം എന്നുള്ളൊരു ചിന്തയിലാണ്. സോ നമുക്ക് പാൻ കേക്ക് ഉണ്ടാക്കാം. ഇപ്പോൾ രാവിലെ കഴിക്കാൻ വേറെ സാധനമോ? അപ്പോൾ ആര്യൻകുട്ടൻ്റെ പാൻ കേക്ക് റെഡി ആയിട്ടുണ്ട്. കുറച്ച് പാനിക്കാണ്, ഇന്നത്തെ ആദ്യത്തെ ദിവസമായതുകൊണ്ടായിരിക്കും. അപ്പോൾ ഇതൊന്ന് കൊണ്ടുപോയിട്ട് കൊടുക്കട്ടെ. നമ്മൾ ഹോൾ സെറ്റാണ് പോവാൻ വേണ്ടിയിട്ട്. ഇതാ ബാഗ് ഇടൂബാ, അവിടെ നിന്ന് സ്ലിപ്പ് തരുമോ? ഇതോ ഇല്ല, ഇത് വീട്ടിൽ അതും തരും, ഫുഡ് ബാഗും തരും. ഇതിടും നമുക്ക് സ്കൂളിൽ പോയിൻ്റെ ബാഗ് ഇടണ്ടേ. ഇതിടൂ പ്രാർത്ഥിക്കണേ. ബാ, ഓക്കെ ഗൈസ്. എൻ്റെ ദൈവം, എൻ്റെ കൊല്ലം നോക്ക്.
അരിമുട്ടിന്റെ ലഞ്ച് പാക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് വരൂ, അമ്മ കാണിച്ചു തരാം. ഇങ്ങോട്ട് വരൂ. ഇതാ, ഇതില് ചോറുണ്ട്, എഗ് ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്. ഓക്കെ, ബ്രോക്കലി ഇന്ന് കിട്ടിയില്ല. അമ്മ ബ്രോക്കലി കിട്ടുമ്പോൾ നാളെ തൊട്ട് ബ്രോക്കലി തരും. കഴിക്കണേ. തൈരും ഉണ്ട് കേട്ടോ, ഇതില് തൈരുണ്ട്. നോക്ക്, അടയില്ലേ കർത്താവേ. ഇതിലൊരു പാൻ കേക്ക് ഉണ്ട്. കുഞ്ഞിന് വിശക്കാണെങ്കിൽ അവർ സ്നാക്ക് ടൈം തന്നാൽ കഴിക്കണം. ഇതിൽ വാട്ടർ ബോട്ടിൽ, ഇത് അരിവിൻ്റെ വാട്ടർ ബോട്ടിൽ കേട്ടോ. അപ്പം ഇതിൽ വെള്ളമുണ്ട്. പപ്പടം വെച്ചിട്ടുണ്ട് അമ്മ കേട്ടോ. പപ്പടം പൊടിയാതിരിക്കാൻ വേണ്ടിയിട്ട് പപ്പടം കാണുമോ അമ്മ? അവരോട് പറഞ്ഞോളാം. പപ്പടം ഇതിലിട്ടേക്കാം അല്ലേ? കാറ്റോലിനെ പറയൂ. ആര്യൻകുട്ടൻ്റെ ഫസ്റ്റ് ഡേ ആണ് സ്കൂളിൽ. കാർത്തിക് ഓക്കെ. അപ്പൊ നമ്മൾ ഇതേ സമയം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. എല്ലാം സെറ്റാണ്. ടിഫിൻ ബാഗ് എവറിത്തിങ് കയ്യിലുണ്ട്. പോവാൻ നമുക്ക് മുത്തേ. വണ്ടി കയറുന്നു, നമ്മൾ സ്കൂളിലേക്ക് വിടുന്നു. എന്റെ അമ്പോ ഹാപ്പി കുട്ടനായിട്ട് ഇരിക്കണേ. ഐ ലവ് യു. എല്ലാരോടും പറ, പോയിട്ട് വരാം സ്കൂളിലെന്ന് പറയും. ബൈ. പൊക്കോ. അമ്മ വരാം. നടന്നോ, ചെരുപ്പിടും. ഇങ്ങനെയാണോ സ്കൂളിൽ പോകുന്നത്? ഒരാള് എടുത്തിട്ടാ, കുഞ്ഞു ബേബി എടുത്തിട്ടാ പോവാ? എടാ മോനെ, നമ്മൾ എവിടെ പോവാണ് മോനെ? എവിടെ പോവാ നമ്മള്? ശരി. ഹാപ്പി ആണോ? ഇഷ്ടാണോ ഒക്കുള്ളു പോവാൻ? ഫ്രണ്ട്സിന് കിട്ടുവോ? ആർ യു എക്സൈറ്റഡ്? അപ്പൊ ഗൈസ്, നമ്മൾ വണ്ടിയിൽ കയറി. ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട് സ്കൂളിലേക്ക്. സാധാരണ നമ്മൾ പിക്കപ്പ് സ്കൂൾ ബസ് ഓപ്റ്റ് ചെയ്തിട്ടുണ്ട്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ്. പക്ഷേ ഒന്ന് സെറ്റിൽ ആവുന്നത് വരെ ഒന്ന് കൊണ്ടാക്കിയിട്ട് വരാമെന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഞങ്ങൾ. കുറച്ച് ലേറ്റായി പോയി. സാരമില്ല, ഇങ്ങനെയൊക്കെയല്ലേ ഓരോന്ന് നമ്മൾ പഠിക്കുക. ഇറ്റ്സ് ഓക്കെ. ഫസ്റ്റ് ഡേ. അങ്ങനെ ആര്യൻകുട്ടന്റെ സ്കൂളെത്തി ഗൈസ്. മോനെ നമുക്ക് ഇറങ്ങാം. സ്കൂളെത്തി. ഉറക്കം വന്ന ഇപ്പോഴേ? സ്കൂളിലെത്തി. അപ്പൊ ഞങ്ങൾ ഇതേ കൊണ്ടുവിട്ടിട്ട് വരാം കേട്ടോ. ആര്യൻകുട്ടൻ ഗുഡ് ബോയാ പറഞ്ഞു. ആര്യൻകുട്ടൻ ഗുഡ് ബോയ് ആയിട്ട് കളിച്ചു. മമ്മ കഴിച്ചു, സ്നാക്ക് കഴിച്ചു, ക്യാരറ്റ് കഴിച്ചു. എന്റെ അമ്മോ. ആര്യൻകുട്ടൻ ഇനി ഇവിടെ കുറച്ചു നേരം കളിക്കണം. ആക്ച്വലി ആഫ്റ്റർനൂൺ ഇവിടെ കളിക്കാൻ കൊണ്ടുവരും. പക്ഷെ നമ്മൾ വീട്ടിൽ പോവാണ്, ഫസ്റ്റ് ഡേ ആയതുകൊണ്ട്. നാളെ കളിക്കാം അല്ലേ? പറയൂ, നാളെ കളിക്കാം പറയൂ. ഓക്കെ ബൈ. യൂണിഫോം ഇട്ടിട്ട് വരും അല്ലേ? നാളെ യൂണിഫോം ഇട്ടിട്ട് വരില്ലേ? ഇങ്ങോട്ട് വരൂ. അത് നമ്മുടെ ക്ലാസ് അല്ല. സോ ആര്യനെ കുറച്ചു നേരം കളിക്കാൻ വിട്ടു. ആര്യൻ്റെ മാം കളിക്കാൻ കൊണ്ടുപോയി. കുറച്ചു നേരം കളിക്കണം പറഞ്ഞു. ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. ഒരു
15 മിനിറ്റ്സ് കളിച്ചിട്ട് കൊണ്ടുപോകാം. ഞങ്ങൾ ആരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, വിശന്നിരിക്കുകയാണ്. ഞങ്ങളിവിടെ ഉണ്ടോയെന്ന് ഇടയ്ക്ക് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ കളി കഴിഞ്ഞാൽ അരഞ്ഞൻകുട്ടി പോകും. അപ്പോൾ ഫസ്റ്റ് ഡേ ഹി വാസ് ഡൂയിങ് വെരി വെൽ. കയറി പോകുമ്പോൾ ഒന്ന് കരഞ്ഞേ ഉള്ളൂ. പിന്നെ അവിടെ നല്ലോണം കളിച്ചു, ഹാപ്പി ആയിട്ടിരുന്നു. ബൈ പറഞ്ഞിട്ട് വരണേ. ഓക്കെ, അപ്പൊ വീട്ടിൽ പോവാം. വീട്ടിൽ പോണോ സ്കൂളിൽ പോണോ? സ്കൂളിൽ പോണോ? അയ്യേ, നാളെ വരാട്ടോ. ഓക്കെ, ഗുഡ് ബോയ്, ലെറ്റ്സ് ഗോ ഹോം. ഓൾ റൈറ്റ്. അപ്പൊ അങ്ങനെ ആര്യൻകുട്ടനെ ഞങ്ങൾ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്തു. ഇപ്പൊ ഉച്ചയായി, നേരെ വീട്ടിൽ കൊണ്ടുപോവുകയാണ്. പിന്നെ ചെറിയൊരു പ്ലേ ടൈം ഒക്കെ ആൾക്ക് അവർ ഗ്രൗണ്ടിൽ കൊടുത്തു പിള്ളേരുടെ കൂടെ. അപ്പം ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ഒരു ഐസ് ബ്രേക്കിംഗ് ഒക്കെ ആയിട്ടല്ലേ. അപ്പം കളിക്കാനൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര താല്പര്യമാണ് കേട്ടോ. അപ്പം ഞങ്ങളിപ്പോൾ വീട്ടിലേക്ക് ഓൺ ദ വേ ആണ്. ചെന്നിട്ട് ലഞ്ച് കൊടുത്തിട്ട് എനിക്ക് തോന്നുന്നു ഇന്ന് ഇത്തിരി ക്ഷീണമുണ്ട്, അങ്ങ് ഉറങ്ങിക്കോളും. അപ്പം അങ്ങനെ ഞങ്ങൾ കാത്തിരുന്ന് ആ ഒരു ദിവസം ഇതേ പാസ് ചെയ്തു. ഭയങ്കര ആൻസൈറ്റി ആയിരുന്നു. എനിക്കറിയാം എല്ലാ ന്യൂ പാരൻസിനുള്ള ഒരു ആൻസൈറ്റിയാണ് ഈ ഒരു ദിവസം. കുഞ്ഞെങ്ങനെ ഒരു സ്ഥലത്ത് കൊണ്ടുവിടുമ്പോൾ കോപ്പപ്പ് ചെയ്യും. എനിക്ക് ഭയങ്കര ആൻസൈറ്റി ആയിരുന്നു. എങ്ങനെ കുഞ്ഞ് എനിക്ക് അവന് വിഷമാവോ അങ്ങനത്തെ എന്തെങ്കിലും ഫീലിംഗ് ഒക്കെ ആയിരുന്നു. ബട്ട് കുറച്ച് നേരം ഓബിയസ്ലി നമ്മൾ എത്ര വിചാരിച്ചാലും അവർ കരയും. സോ അങ്ങനെ കുറച്ച് നേരമൊക്കെ കരഞ്ഞു. പിന്നെ മാം പറഞ്ഞു പിന്നെ സെറ്റിലായി എന്ന് പറഞ്ഞു. നാളെ വരണോ സ്കൂളിലേക്ക്? വരണോ? ഇതാണ് ഞാൻ കേൾക്കാൻ കാത്തിരുന്നത്. ആന്ന് പറഞ്ഞു. അപ്പം ആ ഒരു ഫീൽ ഉണ്ടാവരുതല്ലോ, സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ ഹാപ്പി ആയിട്ടിരിക്കണം. അതായിരുന്നു എൻ്റെ ആഗ്രഹം. ജസ്റ്റ് ഈ ഒരു ഡേ എന്നും ഞങ്ങൾക്ക് ഓർക്കാൻ വേണ്ടിയിട്ടൊന്ന് റെക്കോർഡ് ചെയ്ത് വെക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. അതാണ് ഈ വ്ളോഗ് ചെയ്യാനുള്ള മെയിൻ കാരണം. ആര്യൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂൾ ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് മൈൽ സ്റ്റോൺ ഞങ്ങളുടെ എല്ലാവരുടെയും ലൈഫിലെ. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും പ്രയോസും ബ്ലെസ്സിങ്സും ഒക്കെ ആര്യൻകുട്ടന് വേണം. ആര്യൻകുട്ടൻ പുതിയ ഒരു ഫേസ് സ്റ്റാർട്ട് ചെയ്യാണ് ലൈഫിലെ. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഓ ഇനി ആര്യൻകുട്ടന് കുപ്പിപ്പാല് വേണമെന്നൊക്കെ പറയുന്നത്. സ്കൂളിൽ പോകാൻ തുടങ്ങി ബേബി. ആ ശരി, എന്തെങ്കിലും കാണണം. രാത്രി എന്തെങ്കിലും കാണാം കേട്ടോ. ഓൾ റൈറ്റ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ലവ് യു. ബൈ.